ഹായ് ആൾ എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തക്കാളി കൊണ്ടുണ്ടാക്കിയ വളരെ എളുപ്പത്തിലും രുചികരമായ ഒരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അധികം കറികളൊന്നുമില്ലെങ്കിലും ഈ ഒരു കറി മാത്രം മതി. അതുപോലെ ദോശ, ചപ്പാത്തി, പിന്നെ പത്തിരി, ഇഡ്ഡലി ഇവയ്ക്കൊപ്പവും കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു സൈഡ് ഡിഷ് തന്നെയാണിത്. കൂടാതെ ബാച്ചിലേഴ്സിന് പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാലക്കൂട്ട് വറുത്ത് പൊടിക്കാനുണ്ട്. ഇതിലേക്കായിട്ട് 1 സ്പൂൺ ഉഴുന്ന്, 1/4 സ്പൂൺ ഉലുവ, അതുപോലെ 1/4 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ജീരകം, ഇത്രയൊക്കെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് വറുത്ത് മൂത്തെടുക്കേണ്ട, പൊടിക്കാൻ പാകത്തിന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നല്ല ജലദോഷം കാരണം വോയിസിന് പ്രോബ്ലം ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇവിടെ പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം പൊടിച്ച് മാറ്റി വയ്ക്കാം. തക്കാളി വരട്ടിന് വേണ്ടിയിട്ട് 4 നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു കടായിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞ ചെറിയ കഷ്ണങ്ങളും അതുപോലെ 4-5 വെളുത്തുള്ളിയുടെ ചെറുതായിട്ടരിഞ്ഞ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം 3-4 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല പുളിയുള്ള ടൊമാറ്റോ ആണെങ്കിൽ ചേർക്കുന്ന പുളിയുടെ അളവ് വളരെ കുറച്ചായിരിക്കണം. ഇനി ഇതിനെ അടച്ചൊന്ന് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത് വെന്തുടയുന്നതാണ്. ഇവിടെ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോയിൽ നിന്ന് വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് വറ്റണം. അതുവരെ ഇത് തുറന്നു വെച്ച് വേവിച്ച് ഇതുപോലെ സ്പാറ്റിൽ വെച്ച് ടൊമാറ്റോ കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കാം. ഇതിലെ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടി 1/4 സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശർക്കര നന്നായിട്ട് മെൽറ്റായി ഇതിലേക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഇനി കുറച്ച് ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത മസാലപ്പൊടി ഒന്ന് റോസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച് മാറ്റി വെച്ച ഉഴുന്നിൻ്റെയും കുരുമുളക്, ജീരകം, അതുപോലെ ഉലുവയുടെയൊക്കെ പൊടിയാണ്. പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിൽ ചേർത്ത എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. ഇങ്ങനെ ഇന്ന ഓയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർക്കാം. ഇപ്പോൾ മസാലപ്പൊടിയൊക്കെ ചേർത്തപ്പോൾ നല്ല മണം വരുന്നുണ്ട്. തക്കാളി വരട്ട് അഥവാ തക്കാളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇനി ഇതിലേക്ക് കുറച്ച് കടുക് വറുത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് കടുകും അതുപോലെ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ഉപയോഗിക്കേണ്ടാത്തവർക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കടുക് വറുത്തെടുത്തത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ ഇതൊരു 10 ദിവസത്തോളം ഫ്രിഡ്ജിൽ ചീത്തയാകാതെ ഇരിക്കും. വെളിയിൽ വെക്കേണ്ട, ഉഴുന്ന് ഉപയോഗിച്ചതുകൊണ്ട് വെളിയിൽ വെക്കാതിരിക്കുക. ഫ്രിഡ്ജിലാണെങ്കിൽ ഏകദേശം ഒരു 10 ദിവസത്തോളം ചീത്തയാകാതെ ഇരിക്കും. എങ്ങനെയുണ്ട് തക്കാളി റോസ്റ്റ്? നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന വളരെ നല്ലൊരു സൈഡ് ഡിഷാണ്. വേറൊരു കറിയും ഇല്ലെങ്കിൽ കൂടെ ഈ ഒരൊറ്റ കറി മാത്രം മതി. അത്രയേറെ രുചിയാണ്. അതുപോലെ ദോശയ്ക്കും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ഒക്കെ ഒപ്പം ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.